ഇന്നു മുതൽ ഞാനൊരു റിട്ടയർഡ് മനുഷ്യനാ. എന്താ முதலாளியே ഒന്ന് കാണാൻ? மாமா, உங்களை பாக்குறதுக்கு யாரும் வந்திருக்காங்க. ഉള്ള വര ചൊല്ലമ്മ. கூப்பிடுறாங்க. എന്തോ? വിളിക്കുന്നു. ഓ, എന്റെ പേര് ശ്രീനിവാസൻ. ഇവിടുത്തെ കമ്പനിയിലെ ജോലിക്കാരനായിരുന്ന ശങ്കരൻ നായരുടെ അന്തരവനാ. എന്താ വന്നത്? അമ്മാവന്റെ ഒഴിവിലേക്ക് എന്റെ പേര് ചേർക്കണം എന്ന് പറയാൻ വന്നതാ. അതിന് അയാളുടെ മകനില്ലേ? ഗൗരിയല്ലേ? ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി ജിഹാദ് വിളിക്കുന്നവൻ. എന്റെ പൊന്നു മുതലാളി, എനിക്ക് ഈ ജോലി തന്നില്ലെങ്കിൽ വേണ്ട, അവന് കൊടുക്കരുത്. അവൻ എന്നും നിങ്ങൾക്കൊരു കീറാമുട്ടിയായിരിക്കും. അല്ല, തനിക്കെന്താ ഗൗരിയോട് ഇത്ര ദേഷ്യം? കാരണമുണ്ട്. വേറൊന്നുമല്ല, അവൻ കാണിക്കുന്ന നന്ദിയേട് കണ്ടിട്ട്. ഇത്രയും നാളും ചോറൂട്ടി കഴിക്കല്ലേ അവൻ തിരിഞ്ഞു കളിക്കുന്നത്. ഞങ്ങള് ഒന്നും ആലോചിച്ചിട്ടില്ല. വരട്ടെ, നോക്കാം. മതി, ആലോചിച്ചിട്ട് മതി. പക്ഷെ ഒന്ന് പറയാം, ഞാനെന്നും വിശ്വസ്തനായ ഒരു സേവകനായിരിക്കും. എല്ലാരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ പറയാറ്. പക്ഷെ ജോലി കിട്ടിയ അപ്പൊ എടുക്കാൻ കൂടി. എന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് സത്യം. അതാരാ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഞങ്ങളുടെ ഒരു ദൈവ. എങ്കിട്ടാൻ ചെല്ല്. എന്തെങ്കിലും തീരുമാനം ഉണ്ടായാലേ അറിയിക്കാം. ഞാനങ്ങോട്ട് ഏയ്, എന്നാ കുഞ്ഞ് മണിക്കുട്ട, നല്ല കുഞ്ഞ്. അകത്തേക്ക് വരാലോ? അച്ഛനെന്താ ഇപ്പോ? കുറച്ച് പായസ. ഇന്ന് രോഹിണി എന്നാള് നിന്റെ ജന്മനക്ഷത്രം. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. നിനക്കതാവാം, എനിക്കും. പക്ഷെ ആ പേറ്റുനോവിന്റെ ദിവസം നിന്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? ഈ പിറന്നാൾ പായസം ഉണ്ണാൻ എനിക്കാവില്ല. കുഞ്ഞുനാളി വണ്ണാത്തിപ്പുഴ നിറഞ്ഞൊഴുകുമ്പോ അച്ഛന്റെ തോളെ കയറിയിരുന്ന് നീന്താൻ നീ വാശി പിടിക്കുമായിരുന്നു. ഓണക്കാലത്ത് അച്ചമ്മയുടെ പറമ്പിലെ രാക്ഷസമാവിന്റെ കൊമ്പത്ത് ഊഞ്ഞാല് കെട്ടാൻ നീ ശാഠ്യം പിടിക്കുമായിരുന്നു. അന്നതൊക്കെ സാധിച്ചു തരാൻ അച്ഛന് കഴിഞ്ഞു. പക്ഷെ ഇന്ന് നിന്റെ വാശി കാണുമ്പോ അച്ഛന് പേടിയാകുന്നു മോനെ. ഗൗരി, മതി, വീട്ടിലേക്ക് പോവാം. വന്നാൽ അച്ഛന്റെ മുമ്പിൽ എനിക്ക് നിവർന്നു നിൽക്കണ്ടേ? ഒരു ജോലി കിട്ടിയിട്ടേ ഞാൻ വരൂ. ശരി, ഞാളുടെ മുമ്പിലും തോക്കാൻ പാടില്ല, അച്ഛന്റെ മുമ്പിൽ പോലും. തിരിച്ചുകൊണ്ടിരുന്ന നിന്റെ അമ്മ ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ തന്നെ എടുത്ത് കളഞ്ഞേര്. ഒരാഗ്രഹമുണ്ട്, അച്ഛന്റെ ശവം ചോക്കുന്ന 4 പേരിൽ ഒരാളാകാനെങ്കിലും നീ വരണം.
കാട്ടുകാവ് ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റ. ഒരു കൊല്ലം പോയതറിഞ്ഞില്ലേ? കമ്പനി പൂട്ടി ഈ സമയത്ത് ജനങ്ങൾ എന്തെടുത്ത് വെച്ചു കൊടുക്കാനാ? മനുഷ്യന്റെ കാര്യമല്ലല്ലോ, പടച്ചോന്റെ കാര്യല്ലേ. അത് കടം വാങ്ങിയിട്ടാണെങ്കിൽ നടക്കും. എന്താണ് ചുറ്റിപ്പറ്റി നടക്കുന്നത്? എന്തേ പൂട്ടിക്കാൻ പറ്റിയ കമ്പനി വല്ലതും ഉണ്ടോ നോക്കിയായിരിക്കും. കമ്പനി പൂട്ടിച്ചത് ഞാനല്ല. ഇനിയിപ്പോ എല്ലാവർക്കും കൈമലർത്താലോ? ഉദ്ദേശം നടന്നില്ലേ? വിശ്വം കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇനിയിപ്പൊ കാര്യം അറിഞ്ഞിട്ട് എന്തിനാ? പാവം ശങ്കരേട്ടെ, അയാളെ അന്നോട് എന്താണോ ഒരു തെറ്റ് ചെയ്തത്? അന്റെ പെങ്ങളെ നിക്കായിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വയം പിരിഞ്ഞു പോകാനുള്ള കടലാസിൽ ഒപ്പിടുമ്പോ അയാൾ കൈ ഇങ്ങനെ പറിക്കണത് ഞമ്മള് കണ്ടതാ. അനക്കിപ്പോ കുസാനായല്ലോ. അന്നെ പോലെ ഒരു മോനുണ്ടെങ്കിൽ ബാപ്പക്ക് മയ്യത്തെട്ടിൽ വരാൻ എളുപ്പമായി. ഇനി പെങ്ങളുടെ കല്യാണം വരെ നടക്കുന്നാലും കണ്ടറിയണം. നിന്റെ കൂടപ്പിറപ്പായി പോയതുകൊണ്ട് ആ പെങ്കൊച്ചനുഭവിക്കേണ്ട ഒരു ഗതിയെ വാവീരാനിക്ക. അപ്പൊ കമ്പനി പൂട്ടിക്കായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? അതെ, അതിനുവേണ്ടിയല്ലേ നീ ഈ കവലകൾ തോറും പ്രസംഗിച്ചത്? അല്ല, ജനങ്ങൾക്കുണ്ടാകുന്ന മലിനീകരണ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നിന്നെ അങ്ങനെ വിശ്വസിപ്പിച്ച് ഉദ്ദേശം സാധിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ എന്നെ പോലുള്ളവരെ നിങ്ങൾ വഞ്ചിക്കുകയായിരുന്നു. ഗൗരി, ഇതൊരു ലാഭക്കച്ചവടത്തിന്റെ ഒന്നാം ഭാഗമാണ്. നിനക്കും ഇതിൽ പങ്കാളിയാവാം. മറ്റാരെക്കാളും നിനക്കതിന് അർഹതയുണ്ട്. ഇല്ല, ഈ പങ്ക് ഞാൻ പറ്റിയാൽ എന്നും ഉയർത്തിപ്പിടിച്ചിരുന്ന എന്റെ തല ഞാൻ കുനിക്കേണ്ടി വരും. കമ്പനി പൂട്ടിയാൽ പട്ടിണിയാവുന്ന ഒരു പറ്റം തൊഴിലാളികളുടെ മുമ്പിൽ. അപ്പോ കുറ്റം സ്വയം ഏൽക്കാൻ തീരുമാനിച്ചു. സ്വയം ഏൽക്കുക മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ആരെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഗൗരി, ജനങ്ങളുടെ വിരോധം വെറുതെ ഇളക്കി വിടരുത്. ഓരോ ഇലക്ഷനും സർക്കാരിനുണ്ടാവുന്ന ചെലവ് വളരെ വലുതാണ്. ആടിയുലയുന്ന മന്ത്രിസഭയ്ക്ക് നേരെ എടുത്തെറിയാൻ എന്തെങ്കിലും ഒരു കല്ല് തെരഞ്ഞു കിടക്കുകയാണ് പ്രതിപക്ഷം. പേടിച്ചു പോയല്ലേ മാഞ്ഞുരാൻ? മന്ത്രിസഭ തകർന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അധികാരമാണ്. പക്ഷെ കമ്പനി പൂട്ടിയാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ജീവിതമാണ്. അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ഒറ്റ വാക്കിലെല്ലാം തട്ടിയെറിഞ്ഞിട്ട് പോകുന്നത് ചിന്തിച്ചിട്ട് വേണം. എന്റെ ചിന്തകൾ ഒരിക്കൽ മാത്രമേ പിഴച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടി. പാടില്ലായിരുന്നു, പക്ഷെ സംഭവിച്ചു പോയി. ഇനി ഈ ചുവടുകൾ പതറില്ല. മൈൻഡ്. എടോ പപ്പ, താൻ വിഷമിക്കാതിരി. അവനെ നമ്മൾ വിടുന്നില്ല. ചിലന്തിയെ പോലൊരു വല അവന് ചുറ്റും വലിച്ചു കെട്ടും. ഒടുവി ഗതി മുട്ടുമ്പോ അവൻ ആ കുരുക്കി തന്നെ വന്ന് വീഴും. മാനേജരെ നിങ്ങളൊന്ന് കണ്ടോളൂ. മിസ്റ്റർ ശങ്കരൻ. അതെ. ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണാവോ? വേറൊന്നുമല്ല, അതായത് ചെക്ക് പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റില്ല. അതെന്തേ? ഫാക്ടറി ലോക്കൗട്ട് ആയതുകൊണ്ട് അക്കൗണ്ട്സ് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ പൈസ കിട്ടില്ലേ? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി. ആഹാ, താൻ പോയില്ലേടോ? എങ്ങോട്ടെന്ന് അറിയാത്തത് കൊണ്ട് പോയില്ല. ഇതിനുത്തരം പറയേണ്ടത് ഞാനല്ല, തന്റെ സീമന്തപുത്രനാണ്. ഉച്ചത്തിൽ മുഴങ്ങുന്നൊരു ശബ്ദവും തെറ്റാതെ പറയാൻ കുറെ മുദ്രാവാക്യങ്ങളും അറിയാമെങ്കിൽ ഇക്കാലത്ത് ഏതൊരുത്തരും ഒരു പ്രസ്ഥാനം പൊട്ടിക്കാം. പക്ഷേ അവൻ തൊണ്ടയല്ല ചങ്കുവട്ട് വിളിച്ചാലും അത് തുറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ കമ്പനിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച് ജീവിതം മുമ്പ് വെച്ചുകൊണ്ട് പറയാണ് ഇപ്പൊ എന്റെ നേരെ കൈ ചൂണ്ടരുത്. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അച്ഛന്റെ അപേക്ഷയാണ്. ഇവനെ പോലുള്ള മക്കൾക്ക് ജന്മം കൊടുത്താൽ അതിന് ശിക്ഷ അനുഭവിക്കാനും തന്തമാർ തയ്യാറാവണം. ഒരുത്തം നോക്കി മുഹൂർത്തം കുറിച്ച നാള് മുതല് സ്വപ്നം കണ്ടു നടക്കുക എന്റെ മോള്. ആ മുഖത്ത് നോക്കി നിനക്ക് താലിഭാഗ്യല്ലോ കുട്ടി എങ്ങനെയാ പറയാ? ഞാൻ കാല് പിടിക്കാം. വേണ്ട, ഈ ചിത്രകഥയാക്കാൻ എനിക്ക് സമയമില്ല. അവൻ തീ കോരിയിട്ടതേ എന്റെ ചോറ്റുപാത്രത്തിലാ. എന്നവനോട് പറ, താലി കിട്ടിയില്ലെങ്കിൽ പെങ്ങൾക്ക് ഒരു മുഴ കയറ് വാങ്ങി കൊടുക്കാൻ. മുതലാളി, ചുമ്മാ സമയം കളയാതെ പോടോ. വണ്ടി എടുക്കണ.
നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. അതുകൊണ്ട് കല്യാണത്തിന് മുടക്കമൊന്നും വരരുത്. കമ്പനി തുറന്ന ഉടൻ പൈസ ഞാൻ ഇവിടെ എത്തിച്ചോളാം. എന്റെ മോള്. ഇത് വല്ലാത്ത ചതിയായി പോയില്ല ശങ്കരേട്ട. മനഃപൂർവ്വം അല്ലല്ലോ ശ്രീധര. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങളുടെ അവസ്ഥയും കൂടെ ശങ്കരേട്ടൻ മനസ്സിലാക്കണം. ഇത് കണ്ടുകൊണ്ടാവും പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയത്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ദേ, നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വന്നേന്ന്. ആ, എന്താ? നിങ്ങൾ അങ്ങേരോടൊപ്പം സഹതപിക്കാൻ നിന്നാലേ കാര്യങ്ങളൊക്കെ കുഴിയുന്ന മട്ട. ഈ രൂപ കിട്ടിയിട്ട് അവന് പോയാൽ മാത്രം മതിയോ? മാലതിയുടെ കാര്യം നടത്തണ്ടേ? വെറുതെ സമയം കളയാതെ വേഗം ആ പനങ്ങാട്ടുകാരുടെ കാര്യത്തെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കാൻ നോക്ക്. അവരോട് ഒഴിവ് പറയാതിരുന്നത് ഭാഗ്യം. ശങ്കരേട്ടനോട് എന്തു പറയും? പറ്റില്ലെന്ന് പറയണം. അങ്ങേരുടെ മുഖത്ത് നോക്കി. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ പറയാം. നീ ഒന്ന് പതുക്കെ പറ, അങ്ങേര് കേൾക്കും. എന്തിനാ പതുക്കെ പറയണത്? കാശിന് കാശില്ലാതെ വല്ലതും നടക്കും എന്റെ മനുഷ്യ. പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്തിനാ? എന്താ അത്യാവശ്യത്തിനാ? അറിഞ്ഞില്ലേ നമ്മുടെ ശങ്കരേട്ടൻ? പടച്ച തമ്പുരാനെ. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീരണം. ദേ കൊണ്ടൊന്ന് ഒട്ടിച്ചിരിക്കുന്നു. ഇനി അനുഭവിക്കാനുള്ളതിന്റെ ബാക്കി പത്രം. എല്ലാരും ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ബാങ്കുകാർ വരുമ്പോ പുത്തം കെട്ടുവെച്ചാൽ ജപ്തി ഒഴിവാക്കാം. ഇല്ലെങ്കിലേ ഇറങ്ങിയേ പറ്റൂ. ഇല്ലേ? കൊച്ചിനെടുക്ക്. അമ്മായി, കഷ്ടകാലം വന്നപ്പോ ഞങ്ങൾ മാത്രം രക്ഷപ്പെടുക അമ്മായി വിചാരിക്കരുത്. ജപ്തി കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൂടെ ഒരു ഉളുപ്പും ഇല്ലാതെ പോകുന്ന ഓർത്തിട്ടാ. തൃപ്തി ആയല്ല ആടി. ലാസ്റ്റ് ബസ് ഇപ്പൊ പോകും. ഭൂമി ഉലുക്കം വരുമെന്ന് പേടിച്ച് അളിയൻ ഇപ്പോഴേ ഉള്ളതും കെട്ടിപ്പെറുക്കി പോവാണോ? എന്തൊരു സ്നേഹമുള്ള അളിയൻ. പോ നീ വാടി. നീ ഇങ്ങനെ വെടിയുണ്ട തീർന്ന വേട്ടക്കാരനെ പോലെ ഇരുന്ന എങ്ങനെ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിടിയൊക്കെ ഞാൻ തരാം, നീ എഴുന്നേക്ക്. നമ്മുടെ ആ ഞരമ്പൻ തഹസിൽദാരെ ഞാനൊന്ന് സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലോൺ പാസ്സാക്കി തരാൻ അയാൾ വിചാരിച്ചാൽ നടക്കും. പക്ഷേ അയാളെ ശരിക്ക് ജാറായി മുക്കണം. എൻ്റെ കാശൊന്നുമില്ല. ഉണ്ടായിരുന്നത് ഇവിടുത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ തന്നില്ലേ? അതുകൊണ്ട് ഒരു ഫുള്ളിനുള്ള കാശ് നീ ഒപ്പിക്കണം. ഞാൻ എവിടെ പോവാന്? ഏട്ടൻ ഇത് കൊണ്ടുപോയിക്കോ. വേണ്ട മോളെ, നിനക്കാകെ ഇതല്ലേ ഉള്ളൂ. എടാ, നീ രക്ഷപ്പെട്ട ഇതിലും നല്ലതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തൂടെ? തൽക്കാലം നമ്മുടെ ഈ ആവശ്യം നടക്കട്ടെ. നീ അത് വാങ്ങ്. താൻ എന്താ എന്റെ ചോദ്യത്തിന് മറുപടി പറയാത്തെ? ഈ പട്ടച്ചാരായവും സ്ക്വാച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ? തനിക്ക് ലോൺ തന്നാൽ അത് തിരിച്ചടയ്ക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ആ ഫീൽഡിൽ ഇവനത്ര എക്സ്പീരിയൻസ് പോരാ. മറുപടി ഞാൻ പറയാം. ഈ പട്ടച്ചാരായവും സ്കോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിളും ഐജിയും പോലെ, MLA-യും മന്ത്രിയും പോലെ രണ്ടിലും അടങ്ങിയിരിക്കുന്ന ചാരായം. നിറത്തിലും മണത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ, ഗുണത്തിലില്ല. രണ്ടിലും വിഷമാണ്. ഒന്ന് ആഠ്യൻ, മറ്റവൻ അധകൃതൻ. വെരി ബ്യൂട്ടിഫുൾ ആൻസർ. ഐ ലൈക്ക് ഇറ്റ്.